പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ടി കെ രജിത്ത്. അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വിധിയെഴുത്ത് നാളെ. 57 മണ്ഡലങ്ങളാണ് ഏഴാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. BJPയും ഇന്ത്യ മുന്നണിയും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ നിർണായകമാണ്. നാളെ വൈകിട്ട് പുറത്തുവരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാജ്യം. ജൂൺ 4 ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 19 തുടങ്ങിയ വിധിയെഴുത്തിന്റെ അവസാന ഘട്ടമാണ് നാളെ. ഇത്തവണ പോളിംഗ് 7 ഘട്ടമായിരുന്നു. പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി അടക്കം 57 മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത്. BJPക്കും പ്രതിപക്ഷ കൂട്ടായ്മയ്ക്കും ഏഴാം ഘട്ടം നിർണായകമാണ്. ബംഗാളും ഉത്തർപ്രദേശും ഹിമാചലും അവസാന ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. 200-ലധികം തെരഞ്ഞെടുപ്പ് റാലികളിൽ BJPയുടെ താരപ്രചാരകനായി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുത്തു. രാഹുലും പ്രിയങ്കയും കോൺഗ്രസിന്റെ തേര് തെളിച്ചു. ജാമ്യത്തിലിറങ്ങിയ അരവിന്ദ് കെജ്രിവാളും BJPയെ വെല്ലുവിളിച്ചു. നാളെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ എക്സിറ്റ് പോളുകൾ പുറത്തുവരും. വിവിധ ഏജൻസികളുടെയും മാധ്യമങ്ങളുടെയും പ്രവചനങ്ങളിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാജ്യം. ഇന്ത്യ മുന്നണിയുടെ യോഗം നാളെ ഡൽഹിയിൽ ചേരുന്നുണ്ട്. മമതാ ബാനർജി യോഗത്തിനെത്തില്ല. നാളത്തെ വോട്ടിംഗ് പൂർത്തിയാകുന്നതോടെ നരേന്ദ്രമോദി സർക്കാർ ഓർമ്മയായി മാറുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഭരണത്തുടർച്ച ഉറപ്പിച്ച NDA സത്യപ്രതിജ്ഞാ തീയതി വരെ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ. ജൂൺ 4 ചൊവ്വാഴ്ച വിധി ദിനം. ആര് വാഴും ആര് വീഴുമെന്ന് അന്നറിയാം. അതുവരെ അവകാശവാദങ്ങളുടെ പെരുമഴ. ജനവിധിയുടെ സമ്പൂർണ്ണ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സുസജ്ജം. വിധി ദിനത്തിൽ രാവിലെ 5 മുതൽ പ്രത്യേക സംപ്രേഷണം തുടങ്ങും. ന്യൂസ് ഡെസ്ക് 24. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാന്ത ധ്യാനം 2ാം ദിവസം തുടരുകയാണ്. ധ്യാനനിരതനായ നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടു. സാഗരങ്ങളുടെ സംഗമസ്ഥാനത്ത് സൂര്യാസ്തമയം കണ്ട് ഇന്നലെ വൈകിട്ട് 6:45 നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിലേക്ക് കടന്നത്. 45 മണിക്കൂർ നീളുന്ന ധ്യാനത്തിനിടെ പ്രധാനമന്ത്രി കഴിക്കുക ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രം. കരിക്കും മുന്തിരി ജ്യൂസും ചൂടുവെള്ളവുമാണ് പ്രധാനം. ഈ സമയം അത്രയും മോദി മൗനവ്രതത്തിലായിരിക്കും. ധ്യാനമണ്ഡപത്തിന് പുറത്തേക്ക് ഇറങ്ങില്ല. ദൂരദർശനും ANAയ്ക്കും മാത്രമാണ് വിവേകാനന്ദ പാറയിൽ റിപ്പോർട്ടിങ്ങിനായി പ്രവേശനമുള്ളത്. നരേന്ദ്രമോദിയുടെ ധ്യാന നിമിഷങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. വെള്ളവസ്ത്രത്തിൽ ധ്യാനം തുടങ്ങിയ പ്രധാനമന്ത്രി 2ാം ദിനം കാഷായ വസ്ത്രത്തിലാണ്. 2019 കേദർനാഥിൽ ധ്യാനമിരുന്നപ്പോഴും നരേന്ദ്രമോദി കാഷായ വസ്ത്രത്തിലായിരുന്നു. കന്യാകുമാരിയുടെ കടലിലും കരയിലും ശക്തമായ സുരക്ഷാ വലയമുണ്ട്. നാവികസേനയും തീരസംരക്ഷണ സേനയും കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. 2000 പോലീസുകാരാണ് കരയിൽ കാവലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന നാളെ വൈകിട്ട് വരെ നരേന്ദ്രമോദി ധ്യാനത്തിൽ തുടരും. 3:30 കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി വാരണാസിയിലേക്ക് തിരിക്കും. മോദിയുടെ മണ്ഡലമായ വാരണാസിയിലും നാളെയാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രിയുടെ ധ്യാനം ആത്മീയമല്ല, രാഷ്ട്രീയമെന്നാണ് പ്രതിപക്ഷ വിമർശനം. എന്നാൽ വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള ജ്ഞാനോദയമാണ് ലക്ഷ്യമെന്ന് BJP ന്യായീകരിക്കുന്നു. എന്തായാലും ധ്യാനത്തിലൂടെ ജ്ഞാനമാണോ വോട്ടാണോ കിട്ടുന്നതെന്നറിയാൻ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. കന്യാകുമാരിയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. ആലപ്പുഴയിൽ ഭക്ഷ്യവിഷബാധ എന്നാരോപിച്ച് പോലീസുകാരൻ ഹോട്ടൽ അടിച്ചു തകർത്തു. ആലപ്പുഴ കളർകോടുള്ള അഖിലൻ കുഴിമന്തിയിലാണ് സംഭവം. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ CPO ജോസഫാണ് അക്രമം നടത്തിയത്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ അക്രമം എന്തിന്? പോലീസിന്റെ നടപടി എങ്ങനെ? റിജിത്ത്, ആലപ്പുഴ കളർകോട് പ്രവർത്തിക്കുന്ന അഹലൻ എന്ന കുഴിമന്തിക്ക് മുമ്പിലാണ് ഇവിടെ ചങ്ങനാശ്ശേരിയിലെ CPO ആയിട്ടുള്ള ജോസഫ് ഇവിടെ എത്തി വലിയ അക്രമം നടത്തിയത്. ഇവിടെ ഈ ഹോട്ടലിലേക്ക് ആദ്യം കയറി ഹോട്ടലിലെ ചില്ലടിച്ച് പൊട്ടിച്ചു. ഹോട്ടലിലടക്കം വലിയ കമ്പിവടി കൊണ്ട് അടിച്ചു പൊട്ടിച്ച ശേഷം വാഹനം ഓടിച്ച് ഈ CPO ജോസഫ് വാഹനം ഓടിച്ച് ഈ ഹോട്ടലിനകത്തേക്ക് കയറ്റി. മദ്യലഹരിയിലായിരുന്നു എന്നാണ് ഈ ഉടമ പറയുന്നത്. ആ രീതിയിൽ വലിയ ആക്രമണം കാഴ്ചവെച്ചു. ഇയാളുടെ മകന് 2 ദിവസം മുമ്പ് ഇവിടെ നിന്ന് ആഹാരം കഴിച്ചതിൽ എന്തോ ഭക്ഷ്യവിഷബാധ സംഭവിച്ചു എന്നാണ് ഇയാളുടെ ആരോപണം. അതിൽ തർക്കമുണ്ടായി. ഇവിടെ ഹോട്ടലിൽ ഇന്ന് വൈകിട്ടെത്തി. അല്പനിമിഷം മുമ്പ്, അരമണിക്കൂർ മുമ്പ് ഇവിടെ എത്തി ഈ ഹോട്ടൽ ഉടമയെ ഭീഷണിപ്പെടുത്തി. താൻ പോലീസുകാരനാണ്, താൻ എന്ത് വേണേലും ചെയ്യും എന്ന രീതിയിൽ വലിയ ഭീഷണി മുഴക്കി. എന്ന ശേഷമാണ് ഈ ഹോട്ടലിൻ്റെ ചില്ല് ആകെ അടിച്ചു പൊട്ടിച്ചത്. കമ്പിവടി കൊണ്ടാണ് ഇത് അടിച്ചു പൊട്ടിക്കുകയും ഒപ്പം തന്നെ
ഈ വാഹനം ഓടിച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉടമയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ ഹോട്ടലിനെ ഇതിനെ പറ്റിയുള്ള വിവരങ്ങൾ എങ്ങനെ സംഭവം അയാൾ വന്ന് വാക്കത്തിയായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് അടിച്ച് പൊളിക്കുകയാണ് ചെയ്തത്. 2 വീലർ അകത്തേക്ക് കയറ്റി അങ്ങനെ മൊത്തം നശിപ്പിച്ചു. കട ഇത് കണ്ടില്ലേ, മൊത്തം നശിപ്പിച്ചു. എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? എന്തിനാണെന്നറിയില്ല. അയാൾ മദ്യലഹരിയിലായിരുന്നു, പോലീസുകാരനാണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ശരി, എന്താണെങ്കിലും കൃത്യമായിട്ടുള്ള കാരണം ഇവർക്കറിയില്ല. ഇയാൾ ഈ ഭക്ഷ്യവിഷബാധ ആരോപിച്ചിട്ടുണ്ട്. പോലീസുകാരനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വാക്കത്തി കൊണ്ട് ഇവരെ ആക്രമിക്കാനും ഒപ്പം തന്നെ ഈ ഫ്രണ്ടിലുണ്ടായിരുന്ന ഈ ഹോട്ടലിന്റെ മുൻപിലെ ചില്ലടിച്ച് പൊട്ടിക്കുകയും ഒപ്പം തന്നെ വാഹനം ഓടിച്ച് അകത്തേക്ക് കയറ്റുകയും ചെയ്തു. നിലവിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയതും 1 മണിക്കൂറിന് ശേഷമാണെന്നാണ് ഇവിടെയുള്ള ആളുടെ ആക്ഷേപം. സമീപത്തെ കടയും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നീട് നിലവിൽ ഇവിടെ പോലീസ് എത്തി വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്തുവെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇയാളുടെ മകൻ ചികിത്സയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകുകയാണ്. സംഭവസ്ഥലത്ത് ആലപ്പുഴയിൽ ഭക്ഷ്യവിഷബാധ എന്നാരോപിച്ചുകൊണ്ടാണ് പോലീസുകാരൻ ഹോട്ടൽ അടിച്ചു തകർത്തത്. എതിർപ്പിനിടെ ജാമ്യം. പൂക്കോട് വെറ്റനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ തെളിവില്ല എന്ന് ഹൈക്കോടതി. കേസിൽ 19 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. വിധി നിരാശാജനകമെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായക നിരീക്ഷണം നടത്തിയത്. പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് മതിയായ തെളിവുകളില്ല. തൂങ്ങിയതിന്റെ മുറിവുകളല്ലാതെ സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ മറ്റ് മുറിവുകൾ ഉണ്ടായിരുന്നില്ലെന്ന പ്രതിഭാഗം വാദം വിശ്വസനീയമാണ്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും വിദ്യാർത്ഥികളാണെന്നും പറഞ്ഞ കോടതി സമൂഹത്തിന്റെ വികാരം കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കാനാകില്ലെന്നും വ്യക്തമാക്കി. അതേസമയം കോടതിക്ക് വേണ്ടത് തെളിവുകളാണെന്നും അത് ലഭിക്കും മുമ്പേ എല്ലാം നശിപ്പിച്ചിട്ടുണ്ടാകാമെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് പ്രതികരിച്ചു. ജാമ്യം കിട്ടാൻ പാടില്ലായിരുന്നുവെന്നും വലിയ വിഷമത്തിലാണെന്നും സിദ്ധാർത്ഥന്റെ അമ്മ. ജാമ്യം അവർക്ക് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് ഞങ്ങൾ ഉറച്ചിരുന്നത്. കോടതിയല്ലല്ലോ ലാസ്റ്റ് വിധി, ദൈവമുണ്ടല്ലോ, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാ. പ്രതിഭാഗം, CBI, സിദ്ധാർത്ഥന്റെ കുടുംബം എന്നിവരെ വിശദമായി കേട്ട ശേഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത്, വിചാരണ പൂർത്തിയാകുന്നതുവരെ സംസ്ഥാനം വിടരുത്, പ്രതികളുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എന്നിങ്ങനെ കർശന ഉപാധികളോടെയാണ് ജാമ്യം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. റൂബിൻ ലാലിന് നീതി വേണം. അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ CI ആൻഡ്രിക് ഗ്രോമിക് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തൽ. തൃശൂർ റൂറൽ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിട്ടു. റൂബിനെ ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിർത്തിയതുൾപ്പെടെ പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചുവെന്ന് റിപ്പോർട്ടിലുണ്ട്. CI ആൻഡ്രിക് ഗ്രോമിക് തെളിവ് നശിപ്പിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് റൂബിൻ ലാലിന്റെ അമ്മ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ CI ആൻഡ്രിക് ഗ്രോമിക് അറസ്റ്റ് ചെയ്തത് മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് തൃശൂർ റൂറൽ SP-യുടെ റിപ്പോർട്ട്. അറസ്റ്റിന് മുൻപ് നോട്ടീസ് നൽകിയില്ല. റൂബിനെ ലോക്കപ്പിനുള്ളിൽ വിവസ്ത്രനാക്കി നിർത്തിയത് പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CI ആൻഡ്രിക് ഗ്രോമിക്കിനെതിരെ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിട്ടു. 15 ദിവസത്തിനകം ആൻഡ്രിക് ഗ്രോമിക്കിന് ചാർജ് മെമ്മോ നൽകും. നടപടിയുടെ ഭാഗമായുള്ള വകുപ്പുതല അന്വേഷണത്തിന് തൃശൂർ റൂറൽ അസിസ്റ്റന്റ് SP-യെ ചുമതലപ്പെടുത്തി. ബീറ്റ് ഓഫീസർ ജാക്സൺ ഫ്രാൻസിസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ CI ആൻഡ്രിക് ഗ്രോമിക് നശിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് റൂബിന്റെ അമ്മ രജനി മണിലാൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മൊബൈൽ ഫോൺ ആൻഡ്രിക് ഗ്രോമിക് നശിപ്പിച്ചതിന് പിന്നിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 24 തൃശൂർ. കോഴിക്കോട് ചേവായൂർ കാളാണ്ടിത്താഴത്ത് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ 2 പേർക്ക് ദാരുണാന്ത്യം. ഹോട്ടലിന്റെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീഴുകയായിരുന്നു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വലിയ വേദനാജനകമായ അപകടമാണ്. എന്താണ് സംഭവിച്ചത് രാഹുൽ?
TK അതിദാരുണമായ സംഭവമാണ്. ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ അപകടം നടന്ന സംഭവ സ്ഥലത്താണുള്ളത്. ഈ അമ്മാസ് എന്നുള്ള ഹോട്ടലിന്റെ അകത്തുള്ള സെപ്റ്റി ടാങ്കിലാണ് ഈ 2 തൊഴിലാളികൾ ഇത് ക്ലീൻ ചെയ്യാനായി ഇറങ്ങുന്നത്. ആദ്യം ഒരാൾ ഇറങ്ങി, അയാൾ ബോധക്ഷന കുഴഞ്ഞു വീണതോടെ അയാളെ രക്ഷിക്കാനാണ് രണ്ടാമത്തെ ആളും ഇവിടേക്ക് ഇറങ്ങുന്നത്. രണ്ടുപേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്നാണ് സമീപത്തുണ്ടായിരുന്ന ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അപകടത്തിൽ 2 പേരാണ് മരിച്ചിട്ടുള്ളത്. ഒരാൾ നടുവെണ്ണൂർ കൂട്ടാലിട സ്വദേശിയായ റെനീഷ് 42 വയസ്സാണ്. മറ്റൊരാൾ കിനാലൂർ സ്വദേശിയായ അശോകൻ. ഈ 2 പേരാണ് ഈ ദാരുണമായ സംഭവത്തിൽ മരിച്ചിട്ടുള്ളത്. ഇവർ എത്തി ഈ കിണറിലേക്ക് ഇറങ്ങി ആ നിമിഷം തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ സമീപവാസികളായ ആളുകൾ പറയുന്നത്. എന്നാലും അതിദാരുണമായ സംഭവമാണ്. 2 പേരുടെയും മൃതദേഹം നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. TK. ശരി, രാഹുൽ സുരേഷ് അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആലുവ അമ്പാട്ടുകാവിൽ കേടായ ഓട്ടോറിക്ഷ മറ്റൊരു ഓട്ടോറിക്ഷയിൽ കെട്ടിവലിക്കുന്നതിനിടെ വടത്തിൽ കുരുങ്ങി ഇരുചക്രവാഹന യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു. ആലുവ സ്വദേശി EA ഫഹദിനാണ് ദാരുണാന്ത്യം. ഓട്ടോറിക്ഷകൾ യു-ടേൺ എടുത്തപ്പോൾ ഇരുചക്രവാഹനം വടത്തിൽ കുരുങ്ങുകയായിരുന്നു. പോലീസിന്റെ FIR-ൽ വടത്തിന്റെ കാര്യം പരാമർശിക്കുന്നില്ല എന്ന ആക്ഷേപവും ഉണ്ട്. രാവിലെ 7:45 ആലുവ അമ്പാട്ടുകാവിലാണ് വാഹനാപകടം നടന്നത്. ഓട്ടോറിക്ഷ കെട്ടിവലിച്ചു കൊണ്ടുപോയ വടത്തിൽ കുരുങ്ങിയാണ് കളമശ്ശേരി ITI വിദ്യാർത്ഥിയായ ആലുവ സ്വദേശി EA ഫഹദ് മരിച്ചത്. കേടായ ഓട്ടോ മറ്റൊരു ഓട്ടോറിക്ഷ ഉപയോഗിച്ച് അപകടകരമായ രീതിയിൽ വടം ഉപയോഗിച്ച് കെട്ടിവലിക്കുകയായിരുന്നു. അമ്പാട്ടുകാവിന് സമീപം യു-ടേൺ എടുക്കവെയായിരുന്നു അത്യാഹിതം സംഭവിച്ചത്. നാളെ ISROയിൽ തൊഴിൽ പരിശീലനത്തിന് കയറാനിരിക്കുകയായിരുന്നു അപകടം. ആലുവ മാറമ്പള്ളി സ്വദേശിയാണ് മരിച്ച ഫഹദ്. കോവിഡ് കാലത്ത് ഫഹദിന്റെ പിതാവ് മരിച്ചിരുന്നു. കുടുംബത്തിന്റെ ഏക അത്താണി കൂടിയായിരുന്നു ഫഹദ്. അതേസമയം പോലീസ് കേസെടുത്തപ്പോൾ വടത്തിൽ കുരുങ്ങി വീണു എന്ന ഭാഗം FIR-ൽ ഒഴിവാക്കിയെന്നും ആക്ഷേപമുണ്ട്. ശ്രീകാന്ത്, 24 കൊച്ചി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ജൂൺ 4 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി നടത്തിയ യാത്രയിൽ യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി. MVDയുടെ നിലവിലെ നടപടികളിൽ അതൃപ്തി. ആലപ്പുഴ RTO നാളെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൈമാറും. ഗാന്ധി പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവേകാനന്ദ പാറയിലെ തപസ്സിന് ശേഷം താൻ ദൈവമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്നും MV ഗോവിന്ദൻ. വാർത്തകളിലേക്ക് വീണ്ടും. DK ശിവകുമാറിന്റെ പരാമർശം വിവാദം അന്വേഷണം. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ മൃഗബലി നടന്നുവെന്ന ആരോപണവുമായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. രാജരാജേശ്വരി ദേവസ്ഥാനത്തിന് സമീപമാണ് യാഗം നടന്നതെന്നും DK ശിവകുമാർ പറഞ്ഞു. വിവരശേഖരണത്തിനായി കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ കണ്ണൂരിൽ എത്തി. കേരളത്തിൽ ഇപ്പോഴും മൃഗബലി നടക്കുന്നുണ്ടോ? നിരോധിച്ച ദുരാചാരം കേരളത്തിലുണ്ടെന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. ಶತ್ರು ಭೈರವಿ ಯಾಗ ಕೇರಳ ರಾಜರಾಜೇಶ್ವರಿ ದೇವಸ್ಥಾನದ ಆಸುಪಾಸಿನಲ್ಲಿ ಈ ಯಾಗ ಶತ್ರುವಿನ ಸಂಹಾರ ಯಾಗ. ಈ ಯಾಗಕ್ಕೆ ಪಂಚಬಲಿ ಕೊಡುತ್ತಿದ್ದಾರೆ. കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ രാഷ്ട്രീയ എതിരാളികളാണ് മൃഗബലി നടത്തിയതെന്ന് DK ശിവകുമാർ ആരോപിച്ചു. ഇതിനായി ആട്, പോത്ത്, പന്നി എന്നീ മൃഗങ്ങളെ ബലി കൊടുത്തു. ആരാണ് ചെയ്യിപ്പിച്ചതെന്ന് കൃത്യമായി അറിയാമെന്നും DK ശിവകുമാർ പറഞ്ഞു. ആരോപണത്തിന് പിന്നാലെ കർണാടക രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിന് കണ്ണൂരിലെത്തി. പ്രസ്താവന വിവാദമായതോടെ വിശദീകരണവുമായി DK ശിവകുമാർ വീണ്ടും രംഗത്തെത്തിയെങ്കിലും പൂജ നടത്തിയത് ആരെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ജനങ്ങളുടെ പ്രാർത്ഥന തനിക്ക് രക്ഷയാകുമെന്നും മന്ത്രവാദം ഏൽക്കില്ലെന്നും DK ശിവകുമാർ പറയുന്നു. എന്നാൽ കേരളത്തിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്ന വിവാദ വെളിപ്പെടുത്തലിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ്. 24 ബംഗളൂരു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ മൃഗബലി ആരോപണത്തിൽ വ്യാപക പ്രതിഷേധം. വിവാദ പ്രസ്താവനയിൽ വിവിധ ദേവസ്വങ്ങൾ അതൃപ്തി അറിയിച്ചു. DK ശിവകുമാറിനെ വിമർശിച്ച് CPIM-ഉം രംഗത്തെത്തി. കൃത്യമായ വിവരങ്ങളില്ലാതെ നടത്തിയ പ്രസ്താവന പല ക്ഷേത്രങ്ങളെയും സംശയത്തിന്റെ നിഴലിലാക്കിയെന്നാണ് DK ശിവകുമാറിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം. കേരളത്തിൽ മൃഗബലിക്കുള്ള സാധ്യതയില്ലെന്നും
ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തുമെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. തളിപ്പറമ്പ് തൃച്ചംബരം കാഞ്ഞിരങ്ങാട് ദേവസ്വം DK ശിവകുമാറിന്റെ ആരോപണം തള്ളി. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലോ സമീപ ക്ഷേത്രങ്ങളിലോ മൃഗബലിയില്ല. വിവാദങ്ങളിലേക്ക് ക്ഷേത്രത്തിന്റെ പേര് വലിച്ചിഴച്ചത് ഖേദകരമെന്നും ദേവസ്വം അറിയിച്ചു. ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് മലബാർ ദേവസ്വം ബോർഡും പ്രതികരിച്ചു. ഹിന്ദു സമൂഹത്തിൽ വികലമായ ആചാരങ്ങളില്ലെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. ഇത് വെറുതെ പറയുന്ന ഒരു ചണ്ടാണ്. ഇതിനകത്ത് ചുമ്മാ കാശ് പിടുങ്ങാൻ വേണ്ടി ആരെങ്കിലും ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും അത് ശാസ്ത്രത്തിലുള്ളതല്ല. ഞാൻ പറഞ്ഞ 24 വർഷമായിട്ട് പോയിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ ഇങ്ങനെ നമ്മുടെ തന്ത്രശാസ്ത്രത്തിലോ മന്ത്രശാസ്ത്രത്തിലോ ഒന്നും ഇല്ല. ശിവകുമാറിന്റെ ആരോപണം ഭ്രാന്തെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഭ്രാന്താണ്, ഭ്രാന്ത്. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെയുള്ള തൂന്നിയാസം പറഞ്ഞാൽ അതിന് ഭ്രാന്ത് എന്നല്ലാണ്ട് എന്താ പറയാ, എന്ത് പദപ്രയോഗം വേണം? പിന്നെ വിവാദത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയെ കോടതി 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവ് ശേഖരണത്തിന് വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്ന അന്വേഷണ സംഘത്തിന്റെ വാദം അംഗീകരിച്ചാണ് ബംഗളൂരു പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതിയുടെ ഉത്തരവ്. പ്രാഥമിക ചോദ്യം ചെയ്യലും വൈദ്യപരിശോധനയും പൂർത്തീകരിച്ച് ഉച്ചയ്ക്ക് 3:30 പ്രജ്വലിനെ കോടതിയിൽ ഹാജരാക്കിയത്. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി വിശദമായി കേട്ടു. പ്രജ്വൽ പീഡന ദൃശ്യങ്ങൾ പകർത്തിയ കേസിലെ നിർണായക തെളിവായ മൊബൈൽ ഫോൺ നശിപ്പിച്ചുവെന്ന കണ്ടെത്തൽ SIT കോടതിയെ അറിയിച്ചു. വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പ്രജ്വലിനെ കസ്റ്റഡിയിൽ വിടണമെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. ഇത് അംഗീകരിച്ചാണ് കോടതി വിധി. അതേസമയം കേസിനെ മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച് തന്നെ വേട്ടയാടിയെന്ന് പ്രജ്വൽ കോടതിയിൽ പറഞ്ഞു. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും പ്രജ്വൽ കോടതിയെ അറിയിച്ചു. എന്നാൽ ഇത്തരം വാദങ്ങൾ പരിഗണിച്ച് ഗുരുതര വകുപ്പുകൾ ചുമത്തിയ കേസിൽ ജാമ്യം നൽകാൻ കോടതി തയ്യാറായില്ല. കസ്റ്റഡി കാലാവധി കഴിയുന്നതിന് മുമ്പ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. അതിനിടെ ഇരയായ യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ HD രേവണ്ണയ്ക്ക് ജാമ്യം അനുവദിച്ചുള്ള പ്രത്യേക കോടതിയുടെ ഉത്തരവിൽ കർണാടക ഹൈക്കോടതി ഇടപെട്ടു. ജാമ്യം റദ്ദാക്കണമെന്ന SITയുടെ ഹർജിയിൽ HD രേവണ്ണയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. 24 ബംഗളൂരു. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ഹരിപ്പാട് പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ചു കുടുംബം. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വേണ്ട ചികിത്സ ലഭിച്ചില്ല എന്നാണ് പരാതി. കഴിഞ്ഞ മാസം 21-നാണ് കുട്ടിക്ക് നായയുടെ കടിയേറ്റത്. ഇന്നലെ മരിച്ചു. ചികിത്സാ പിഴവെന്ന ആരോപണം ആശുപത്രി നിഷേധിച്ചു. മറ്റൊരു കുട്ടിയെ ആക്രമിക്കാനെത്തിയ തെരുവ് നായയെ ദേവനാരായണൻ പന്ത് കൊണ്ടെറിഞ്ഞു. ഇതോടെ നായ ദേവനാരായണന്റെ നേർക്ക് ചാടി വീണു. ഓടി രക്ഷപ്പെടുന്നതിനിടെ കുട്ടിക്ക് ഓടയിൽ വീണ് പരിക്കേറ്റു. വീട്ടുകാർ ദേവനാരായണനെ അന്ന് തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ നായ കടിച്ചതിന്റെ പാടുകളൊന്നും കാണാതിരുന്നതിനാൽ വീഴ്ചയിലുണ്ടായ പരിക്കിന് മരുന്ന് വെച്ച ശേഷം ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഡോക്ടർ നോക്കി വെച്ച് പറഞ്ഞു പട്ടി കടിച്ചതല്ല, ഇത് കുഞ്ഞുരുണ്ട് വീണേൻ്റെയാണ്. പരിശോധന അവരൊന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് ഓയിൽമെൻറ്റിന് കുറിച്ച് തന്നു. അത് മേടിച്ച് ആ സിസ്റ്റർ അത് ക്ലീൻ ചെയ്ത് മരുന്നും തൂത്ത്. പിറ്റേ ദിവസം രാവിലെ അപ്പൂപ്പൻ കൊണ്ട് കാണിച്ചപ്പോഴും ആ ഡോക്ടറും പറഞ്ഞു ഇത് തന്നെ പട്ടി കടിച്ചതല്ല, ഇത് ചതഞ്ഞതാണ്. ഒരാഴ്ചയായി ശ്വാസതടസ്സവും ശാരീരിക അസ്വസ്ഥതകളും നേരിട്ട ദേവനാരായണനെ വ്യാഴാഴ്ച പുലർച്ചെ തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഇവിടെ വെച്ച് പേവിഷബാധ സ്ഥിരീകരിച്ചു. രോഗം മൂർച്ഛിച്ചു. ഇന്നലെ രാവിലെ 11:45 മരണം. അപ്പോഴും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ വിശദമായിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പട്ടി എന്നുള്ള കാര്യം പറഞ്ഞു. നമ്മൾ ഓർത്ത് നോക്കുക, ഈ 8 വയസ്സുള്ള ഒരു കുഞ്ഞിന് പറയാനായിട്ട് സാധിക്കത്തില്ല. അപ്പം പട്ടി കടിക്കാൻ വന്ന് സ്വാഭാവികമായിട്ടും താഴെ വീണു എന്ന് പറയുമ്പോൾ ആദ്യമേ ആ വാക്സിനെ പറ്റി ആയിരിക്കണം ഒരു ഡോക്ടർ സംസാരിക്കേണ്ടതല്ലേ. അപ്പോൾ ഈ 2 പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടും ആ വാക്സിനെ പറ്റി യാതൊരു കാര്യവും അവർ പരാമർശിച്ചില്ല എന്ന് മാത്രമല്ല ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് അവർ തിരിച്ചു വിടുകയാണ് ഉണ്ടായത്. ചികിത്സാ പിഴവെന്ന ആരോപണം ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ നിഷേധിച്ചു. കുട്ടിയെ കൊണ്ടുവന്നത് വീണ് പരിക്കേറ്റെന്ന നിലയിലാണ്. നായയുടെ കാര്യം ബന്ധുക്കൾ പറഞ്ഞിട്ടില്ല. മെഡിക്കൽ രേഖകളിൽ ഇത് വ്യക്തമാണെന്നും ഡോക്ടർ സുനിൽ. ആശുപത്രിയിൽ നായ കടിച്ചു വന്നൊരു ഹിസ്റ്ററി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്സിൻ കൊടുക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ ഇവിടെ ഞാൻ അന്വേഷിച്ചതെന്ന് മനസ്സിലായത് ഊട്ടിയിലെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഹൗസ് സർജന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ ഈ രോഗിയെ നോക്കിയത് ഡോക്ടർ തന്നെയാണ്. അവർ കൂടെ വന്നവർ പറഞ്ഞിരിക്കുന്നത് വീണ് പരിക്കേറ്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവർ മറ്റു കാര്യങ്ങൾ മറച്ചു വെച്ചതെന്ന് എനിക്കറിയില്ല. ആരോഗ്യമന്ത്രിക്കും ശിശുക്ഷേമ സമിതിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. 24 ആലപ്പുഴ. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ.
കണ്ണൂർ വിമാനത്താവളത്തിൽ എയർ ഹോസ്റ്റസുമാരെ ഉപയോഗിച്ച് സ്വർണം കടത്തിയ മുഖ്യകണ്ണി സുഹൈൽ പിടിയിൽ. കേരളത്തിൽ എയർ ഹോസ്റ്റസുമാരെ ഏകോപിപ്പിച്ചിരുന്നത് സുഹൈലാണ് എന്നാണ് വിവരം. കൊച്ചിയിലെ വെള്ളക്കെട്ടിന് ഉത്തരവാദി കോർപ്പറേഷൻ ഭരണസമിതി എന്നാരോപിച്ച് കൗൺസിൽ യോഗത്തിൽ ബഹളം. ആരോപണങ്ങളുമായി ഭരണപ്രതിപക്ഷാംഗങ്ങൾ. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ വാഴൂർ സോമന് ആശ്വാസം. വിജയം ചോദ്യം ചെയ്ത് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് നൽകിയ ഹർജി തള്ളി ഹൈക്കോടതി. തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനാവില്ല, സത്യം കോടതിക്ക് ബോധ്യപ്പെട്ടെന്ന് വാഴൂർ സോമൻ MLA. നിരാശാജനകമായ വിധിയെന്നും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും സിറിയക് തോമസ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.